ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരം മുതൽ നമ്മൾ വ്ലോഗ് തുടങ്ങുകയാണ് ഇന്ന്. ഇതിപ്പോൾ നീഹക്കുട്ടനെ നഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ട് വന്നേ. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ മോള് വിളിച്ചിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ വഴിയേറിയിരുന്ന് ഇതുപോലെ പുല്ലോ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ പറിച്ച് കയ്യിൽ വെച്ചിരിക്കും. അപ്പൊ അവള് നഴ്സറിയുടെ ആ ഒരു പരിസരത്ത് നിന്നായിരിക്കും എടുക്കുന്നത്. അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുവന്നിട്ട് ആദ്യം ഇങ്ങനെ മുയലിന് ഫുഡ് കൊടുക്കുക ചെയ്യുന്നുണ്ടോ. ഇപ്പൊ മോളെ കാണുമ്പോഴും അവരിങ്ങനെ വന്ന് നിൽക്കും. ഫുഡിന് വേണ്ടിയോ അത് ഇങ്ങനെ എനിക്കറിയാം എന്താണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ. പിള്ളേര് ഈ ഇമോഷണലി മൃഗങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ അടുത്ത് ഉമ്മ വയ്ക്കുന്നതും ഭയങ്കര അളുമ്പുന്നതൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെയുള്ള സിമ്പതി എമ്പതി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു കാര്യം, മോള് ഈ ഒരു സംഭവം പഠിച്ചത്. അവൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആര് അമ്മ വിളിച്ചാലും വേറെ ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് മോള് പോയിട്ട് ബാഗും വെച്ച് ചെരുപ്പ് ഊരി അവളുടെ സ്റ്റാൻഡിൽ വെച്ചിട്ടേ വേറെ എങ്ങോട്ടും പോകുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്ത എങ്കിലും എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ഇങ്ങനെ റുട്ടീൻ സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും പഠിക്കുന്നു, അവളെയും പഠിപ്പിക്കുന്നു. അതേ അവസ്ഥ. അതൊക്കെ കഴിഞ്ഞിട്ട് മോളെ ട്യൂഷൻ ആക്കിയിട്ട് ഞാൻ ജിമ്മിൽ പോയി. ട്യൂഷൻ ആക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ ചാർജ് ചെയ്തിട്ടേക്കായിരുന്നു ഫോണ്. അപ്പൊ നാളെ മുതൽ ഇനി കുറച്ചുകൂടെ നമ്മൾ നല്ല രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ. ജിമ്മിൽ പോയി എന്നിട്ട് എനിക്കിനി ഡയറ്റിൻ്റെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ചില ഭാഗങ്ങൾ ഇങ്ങനെ ഒതുങ്ങി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ലോസ് ഉണ്ടാവണില്ല എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് ഡയറ്റിന് കുറെ കൂടി കാര്യമായിട്ട് നോക്കണം. അങ്ങനെ എനിക്ക് ആക്ച്വലി ഓരോന്ന് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഞാൻ ക്യാമറ പോയി സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ത് സംഭവം എന്നറിയാനായിട്ട്. പിന്നെ കുഴപ്പമില്ല, ഇപ്പം ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചമ്മലല്ല, ഞാൻ പിന്നെ ആയിരിക്കും ഞാനെന്തിനാ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് വ്ളോഗ് എടുക്കണം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഒരു മോട്ടിവേഷൻ തോന്നുള്ളൂ, ഞാനിത് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ എനിക്കൊരു 100 days എങ്കിലും ഇത് കംപ്ലീറ്റ് ഡെയിലി വ്ളോഗായിട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. നടക്കട്ടെ. അതിനുശേഷം ഇത് ഞാൻ അവിടെ നിന്ന് 2 കൊച്ചു പിള്ളേരുടെ അടുത്ത് എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കുന്നത്, അവരിത്തിരി നേരം പിടിച്ചു തരുമോ എങ്ങനെയാണെന്നുള്ള. ഞാൻ ഇങ്ങനെ ഡംബൽസിൻ്റെ അടുത്ത് ഇങ്ങനെ ഫോൺ ചാരി വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ, അപ്പൊ കറക്റ്റായിട്ട് കിട്ടണില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ആദ്യം ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, ഇവരിങ്ങനെ ഓരോ എക്സസൈസ് ചെയ്യുമ്പം എന്തിനാ ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത്, അത് വെയിറ്റ് ഒക്കെ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ആയിരിക്കും, പിന്നെ എന്തിനാ ഈ അഭിനയിക്കുന്നതെന്നൊക്കെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇതെന്തെന്നറിയോ, നമ്മൾ ഈ ബ്രേക്ക് എടുക്കില്ല. ഇപ്പം ആദ്യം നിന്ന് ട്രെയിനറെ കുറിച്ചാണെങ്കിൽ കുറച്ചുകൂടി ബ്രേക്ക് എടുക്കാനായിട്ട് സമ്മതിക്കുമായിരുന്നു. ഇപ്പം നിൽക്കുന്ന ആള് അവൻ പറയും, നമ്മള് ബോഡി റിലാക്സ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഒരു ബേണിങ് ഫയറിലായിരിക്കുമല്ലോ നമ്മളെ ബോഡിയിലൊരു ചൂട് കാണുമല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ബോഡി വീണ്ടും അതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് വരാനായിട്ട് വീണ്ടും സമയം എടുക്കും. അപ്പൊ നമ്മൾ ആ ഫയറിൽ നിൽക്കുമ്പം തന്നെ നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോർമൽ ആവുന്ന ഒരു ഗ്യാപ്പ് എടുക്കുക, ഒരുപാട് റെസ്റ്റ് ചെയ്യരുത് എന്ന് എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ അധികം റെസ്റ്റ് എടുക്കില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇപ്പം എല്ലാ എക്സസൈസും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ എക്സസൈസും 15ന്റെ 3 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അതായത് 15 വെച്ച് 3 തവണ ഒരു തവണ 15 ചെയ്യും, ഒന്ന് റിലാക്സ് ചെയ്യും, ചിലപ്പം 1-2 സിപ്പ് വെള്ളം എടുക്കും, വളരെ കുറച്ചേ എടുക്കുള്ളൂ, വെള്ളം കുടിക്കും, എന്നിട്ട് അടുത്ത സെറ്റ് ചെയ്യും. അങ്ങനെ 3 സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് എന്തിനാ ഇത്ര എക്സ്പ്രഷൻ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് പിന്നെ 5 കിലോ ഒക്കെ കയ്യിൽ തൊട്ടാലും ഓൾറെഡി നമ്മളെ കൈ വേദനിച്ച് ഇങ്ങനെ കഴിച്ച് നിൽക്കുകയല്ലേ. അപ്പൊ ഈ 5 കിലോ ഒക്കെ തൊടുമ്പോഴും നമുക്ക് ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നുന്നു. എനിക്ക് ഈ ഇപ്പം ഞാൻ ചെയ്യുന്ന എക്സസൈസില്ലേ അത് 2.5 കിലോ എത്രയേ ഉള്ളൂ കേട്ടോ, 5 കിലോ ഒന്നും ഇല്ല, അത് 2.5 തോന്നുന്നു. അത് പക്ഷെ എനിക്ക് ലാസ്റ്റ് പോർഷൻ ആയപ്പോൾ എനിക്ക് നല്ല കൈയൊക്കെ കഴച്ചു പൊട്ടണുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്ക്യൂസും നടക്കൂല, ചെയ്തിട്ട് പോയേ പറ്റുള്ളൂ. എത്രയൊക്കെ കൈപൊട്ടിയാലും ഞാൻ 15ന്റെ 3 ചെയ്യും. അത് ഞാൻ എന്നെ തന്നെ പറഞ്ഞു വരുത്തി വെച്ചേക്കാം. പിന്നെ ട്രെഡ്മില്ലിൽ നടക്കുന്ന ഇത് ഞാൻ ഇനി ശ്വാസം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും കറക്റ്റ് 20 മിനിറ്റ് നടക്കണം. ഇനി കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ട്
അതൊരു അരമണിക്കൂറാക്കി എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. എനിക്ക് ആദ്യം ഇത് ഭയങ്കര പേടിയായിരുന്നു, കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറില്ലേ ആൾക്കാർ ഇങ്ങനെ ട്രെഡ്മില്ലിൽ നിന്ന് തെറിച്ച് താഴെ വീഴുന്നൊക്കെ. എനിക്ക് അതുകൊണ്ട് ഈ സംഭവം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ജിമ്മിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ഡെയിലി ഫോട്ടോസ് എടുത്ത് വയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ മറന്നു. ഒന്നാമത്തെ കാര്യം ചമ്മലാണ്. അവിടെ ഈ നമ്മളിങ്ങനെ മിററിൽ എവിടെ നോക്കിയാലും നമ്മളെ കാണാം, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം, എങ്കിലും ഒരു ചമ്മലാണ്. ഇനിയിപ്പോൾ പതി വീഡിയോസ് എടുത്ത് വരുമ്പോൾ അതങ്ങ് സെറ്റാവും. അതിനുശേഷം ഇറങ്ങി. ഇത് 4th ഫ്ലോറിലാണ് കേട്ടോ. ഇത് ഇത്രയും 20 നമ്മൾ ഇങ്ങനെ ശീലമില്ലാത്തല്ലേ, അപ്പം 20 മിനിറ്റ് ഒക്കെ നടന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റെപ്പെല്ലാം കൂടെ ഇറങ്ങുമ്പം ഒരു വല്ലാത്ത ഫീലാണ്. അപ്പം ഇതാണ് എൻ്റെ സാരഥി. നമുക്കിനി വീട്ടിലോട്ട് പോകാം. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ബോഡിയൊക്കെ ഒന്ന് തണുത്ത് സെറ്റായപ്പോൾ തലയിൽ നല്ല എണ്ണയൊക്കെ ടെസ്റ്റ് ചെയ്യാനൊന്ന് കുളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് ഇനി കുറേ പണിയുണ്ട്. ആക്ച്വലി എനിക്ക് താറാവിനും എല്ലാത്തിനും ഫുഡ് കൊടുത്തിട്ട് കുളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ബോഡി ഭയങ്കരമായിട്ട് എനിക്ക് ടയേർഡായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്ന് ഞാൻ കരുതി കുളിച്ചിട്ട് പോകാമെന്ന് കരുതി. കുളിച്ചിട്ട് വന്നിട്ട് ഒരു ബ്ലാക്ക് കോഫി ഇട്ടിട്ടോ, ഒട്ടും മധുരം ഇടാതെ സാധാ ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് ഒരു പിഞ്ച് ചെയ്തിട്ട് കോഫി പൗഡർ ഇട്ടിട്ട് ബ്ലാക്ക് കോഫി ഒഴിച്ചു. പിന്നെ ഒരു ഒറട്ടി ഉണ്ടാക്കി, ഗോതമ്പിൻ്റെ ഒറട്ടിയാണ്. ഒറട്ടിയും കഴിച്ചു. എന്നിട്ട് ഇനി ഡിന്നർ ടൈം. കണ്ടോ അക്ഷയെ നിൽക്കുന്ന അവളാണ് കുക്കി. വൈറ്റ് കളറാണ് ലക്കി. ഇത് നമ്മൾ കാലിക്കോ കളറുള്ളത് ഇവർ രണ്ടുപേരും അമ്മയാണ്. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ഒരാളെ എനിക്ക് മിക്കിയെ തന്നെ ആൾ കൊണ്ടുപോയി, അവളാണ് മിക്കി. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പ്രാവ്, ഞാൻ ഈ വീഡിയോ എടുത്തില്ലേ, അടുത്ത ദിവസം ആയിരിക്കുന്ന പ്രാവിനെ എന്തോ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇത് ടെസ. ഇനി 2 പേരും കൂടെ ഉണ്ട്, ജൂലിയും അർജുനും. അവർക്ക് 2 പേർക്കും ഫുഡ് കൊടുക്കുന്ന അമ്മയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് ചോറുള്ള മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ചോറ് താറാവിന് എടുത്തിട്ട് ബാക്കി ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താറാക്കുട്ടന്മാർ. എനിക്കൊന്നും ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു മുട്ടയിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തു, എല്ലാവരെയും സെറ്റാക്കി. അപ്പം നീഹക്കുട്ടിനെ